ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയ്ക്ക് വിട നൽകി ജന്മനാട്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. 10 വയസ്സ് മാത്രം പ്രായമുള്ള ഏകമകൾ ചിതയ്ക്ക് തീ പകർന്നു. ഇന്നലെ വൈകിട്ട് കൊല്ലം തേവലക്കരയിലുള്ള വീട്ടുവളപ്പിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാണ് വീട്ടിലെത്തിച്ചത്. ജൂലൈ 19 പുലർച്ചെയാണ് അതുല്യയെ ഷാർജ റോളയിലെ ഫ്ളാറ്റിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയും ദുബായിൽ നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറുമായ സതീഷിനെതിരെ അതുല്യയുടെ വീട്ടുകാർ പീഡനമാരോപിച്ച് പരാതി നൽകിയിരുന്നു. സതീഷ് മർദ്ദിക്കുന്ന വീഡിയോകളും അതുല്യയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭവനിയുടെ നേതൃത്വത്തിൽ 8-അംഗ സംഘത്തിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. അതുല്യയുടെ മരണം ആത്മഹത്യയാണെന്ന് ഷാർജ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഫോറൻസിക് പരിശോധനാ ഫലം അതുല്യയുടെ ഷാർജയിലുള്ള സഹോദരി അഖില ഗോകുലിന് കഴിഞ്ഞ ദിവസം ലഭിച്ചു. പ്രതിയും ഭർത്താവുമായ സതീഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവന പറഞ്ഞു. പുലർച്ചെ 4 മണിയോടെയാണ് അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 മണിയോടെ വീട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം സംസ്കാരം നടന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.